whispering past. Just for you. How dare you? എനിക്ക് എന്റെ മുഴുവൻ പേരെന്നെ വിളിക്കുന്നത് ഇഷ്ടമല്ല. സോ ഡോണ്ട് കോൾ മൈ നെയിം. മനസ്സിലായോ? ഇഷ്ടമല്ലെങ്കിൽ വിളിക്കുന്നില്ല. പിന്നെ പേര് പറഞ്ഞു തന്നത് അഭി തന്നെയാ. അച്ചു, ഇവനെന്താ ഇത്ര രാവിലെ? അച്ചു പറഞ്ഞോ. എടാ നീ എവിടാ? നാളെ അഭി പോവാ. നിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. നീ ഇന്ന് വൈകുന്നേരമെങ്കിലും ഇങ്ങോട്ടൊന്ന് വരുവോ? നാളെയോ? ഞാൻ വരാടാ. നീ വന്നോ? ഇരിക്കടാ, പപ്പയുണ്ട്. ഞാൻ പപ്പയെന്ന് വിളിക്കട്ടെ. സച്ചിനെ, നീ ഇപ്പൊ വന്നു? അച്ഛനും അമ്മയ്ക്ക് സുഖമായിട്ടിരിക്കുന്നു മോനെ? അങ്ങളെ സുഖമായിട്ടിരിക്കുന്നു. അഭി എവിടെ അച്ചു? അഭി മുകളിലുണ്ടടാ. നാളെ പോകണ്ടേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കുണ്ട്. പെട്ടികളൊക്കെ ഒന്നും അടുക്കി തീർന്നിട്ടില്ല. അവൻ മുകളിലുണ്ട്, നീ പോയി കാണാ. പറഞ്ഞു തീർന്നില്ല, ദേ വരുന്ന അഭി. അഭി, എല്ലാം എടുത്തു വെച്ചോ മോനെ? അച്ഛാ, എല്ലാം എടുത്തു വെച്ചു. ഇരിക്കും സച്ചിനെ, കഴിക്കാം. ഈശ്വര, എന്താ എനിക്ക് കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. അവൻ നാളെ പോവാന്ന് പറഞ്ഞപ്പം മനസ്സിനെന്തോ പോലെ. മായ ഒന്ന് വിളിക്കാം, അവൾ ഉറങ്ങിക്കാണോ എന്തോ. ഇതാര്? സച്ചിനോ? നിനക്കെന്താടാ ഈ രാത്രി ഉറക്കമൊന്നുമില്ലേ? എടി, അഭി നാളെ UK പോകുന്നേ. അവൻ പോട്ടെ, അതിന് നിനക്കെന്താ? ഐ ആം സീരിയസ് മായ. ഓ, യു ആർ സീരിയസ്? ഇങ്ങനെയല്ലല്ലോ. അവൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നീ എന്നോട് വന്ന് സംസാരിച്ചത്. ഇപ്പൊ എന്ത് പറ്റി? നിനക്ക് തിരിച്ച് പ്രേമം തോന്നുന്നുണ്ടോ അവനോട്? എനിക്കറിയില്ല മായേ. അവൻ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് എന്താണെന്നറിയില്ല. എനിക്ക് എന്തോ സംഭവിക്കുക. അത് ഇഷ്ടമാണോ വേറെന്തെങ്കിലും ആണോ ഒന്നും അറിയില്ല. അവനിപ്പോ UK പോവാന്ന് പറഞ്ഞപ്പം എന്റെ നെഞ്ചിലെന്തോ കല്ലെടുത്ത് വെച്ച പോലെ. എനിക്കിതൊന്നും വേറെ ആരടുത്തും പറയാൻ പറ്റുന്നില്ല. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യണ്ടെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? ഈ പറഞ്ഞ കാര്യം നിനക്ക് അവനോട് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ ചെന്നവനോട് പറയടാ.
നാളെ നീ പോവാണോ അബി? ഞാൻ കാരണമാണോടാ നീ പോകുന്നത്? നീ പോവണ്ട അബി. നീ എൻ്റെ പുറകെ നടന്നപ്പോഴും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ എനിക്കറിയില്ല എനിക്കെന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷെ നീ ഇനി അങ്ങോട്ട് ഇല്ലെന്ന് പറയുമ്പോൾ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് അബി. ഐ എം സോറി. ഐ എം സോ സോറി അബി. ആ വന്നോ? ഇറങ്ങോ? ആ ഞാൻ റെഡിയായി പപ്പ, നമുക്ക് ഇറങ്ങാം. നീ വരുന്നില്ലേ സച്ചിനെ? വാ, നമുക്ക് ഇവരെ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരാം. ആ ആടാ. ഇവനോട് ചെവിയും കേട്ടൂടെ? ഈ ഫോൺ ഇവിടെ കിടന്ന് അടിക്കുന്നവൻ കേൾക്കുന്നില്ലേ? ഇതാരാ ഇപ്പം? ഓ, ഇവളോ? എന്റെ പൊന്നബി, ഞാൻ എന്നെ എത്ര നേരം കൊണ്ട് വിളിക്കാൻ, നീ എന്റെ ഫോൺ എടുക്കാതെ, നീ എന്തായാലും വരാത്തത്? ആ മനുഷ്യന്റെ ഇവിടെ പെങ്കൊച്ചിന്റെ ചൊല്ലിക്കൊണ്ട് നിൽപ്പുണ്ട്, നീ എന്താ വരാത്ത? ഇവക്ക് വട്ടായ. ഹലോ, നീ ഇതാരോടടി കിടന്ന് കുറുകുറുക്കുന്നേ? ആദ്യം ഫോൺ എടുത്ത് ഹലോ വയ്ക്കുമ്പോ ഇപ്പഴത്തെ സൈഡിലെ കറക്റ്റ് ആളാണോ എന്നുള്ളത് നോക്ക്. അബിയുടെ ഫോണിൽ വിളിച്ചാൽ അറിയില്ലേ ഫോൺ എടുക്കുന്നത്? പിന്നെ ഇതാരാ? എനിക്ക് പറയാൻ മനസ്സില്ലെങ്കിലോ? പറയാൻ മനസ്സില്ലേ? എടോ, തനിക്ക് ഈ ഫോൺ എടുക്കുന്ന കളഞ്ഞിട്ടിടാണോ? മര്യാദയ്ക്ക് അതാ ഓണറിന്റെ കൊടുത്തേരെ. സൂക്ഷിച്ചു സംസാരിക്കേ, ഞാനേ അബിയുടെ ചേട്ടനാ. അയ്യോ സോറി ചേട്ടാ, ഞാനേ അബിയാന്ന് വിചാരിച്ചിട്ടാ. അബി ഇല്ലേ? ആ, അങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കേ. ആ കൊടുക്കാം, എന്നിട്ടുണ്ട്. ഹലോ, ആ പറഞ്ഞോടി. എടാ നീ എവിടാടാ? നീ എന്താ ഇന്ന് കോളേജിൽ വരാത്തത്? അങ്ങേരുതേ ഇവിടെ ഏതോ പെണ്ണിന്റെ അടുത്ത് കുറെ നേരമായിട്ട് സൊള്ളുന്നു. പെണ്ണോ? ഏത് പെണ്ണ്? ആരാ? നമ്മുടെ കോളേജിൽ ആരെങ്കിലും ആണോ? ഏയ്, നമ്മുടെ കോളേജിലൊന്നും അല്ലടാ. കണ്ടിട്ട് ഇതിന് നല്ല പ്രായം ഉണ്ടെന്നാ തോന്നുന്നേ. എന്തായാലും ഇവിടെ ചിരിച്ച് കൊഞ്ചി നിപ്പുണ്ട്. എടാ നീ എന്താ ഇന്ന് വരാത്തത്? ഓ, എനിക്കൊരു ചെറിയ പനി പോലെയടി, അതുകൊണ്ട് ഞാൻ ഇന്ന് ലീവ് എടുത്തു. ആണോ? നീ ഇപ്പൊ ഓക്കെ ആണോ? ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ എല്ലാരും കൂടെ വൈകിട്ട് അങ്ങോട്ട് വരാം, നിന്റെ വീട്ടിലോട്ട്. ആടി, എന്നാ വൈകുന്നേരം കാണാം. ഷോക്ക് അടിച്ചു. മാറങ്ങട്. അബി എവിടെ? അബി? ഓ, ഈ കുട്ടിപ്പിശാചിനെ കൊണ്ട് തോറ്റില്ല ദൈവമേ. ആഹാ, ഇതിപ്പോ എല്ലാരും ഉണ്ടല്ലോ. ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നോ? ഗുഡ് ഈവനിങ് സച്ചിൻ സർ. ആ, ഈവനിങ്. ഞാനെന്നാ അബി ഒന്ന് കണ്ടിട്ട് വരാം. ആഹാ, പൊന്നുമോൻ ഇവിടെ കിടന്നുറങ്ങുമായിരുന്നോ? ആരാ? ഓ, നീയോ? എല്ലാരും ഉണ്ടോ? അത് നീ മാത്രമേ ഉള്ളോ? എല്ലാരും ഉണ്ട്, പിന്നെ എക്സ്ട്രാ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ആരാടി? അത് വേറെ ആരും അല്ലടാ, നമ്മുടെ മാധവേട്ടനാ, മാളുവിന്റെ ചേട്ടനാ. ഓ, അവർക്ക് ചേട്ടനും ഉണ്ടോ? എന്തായാലും നീ വാ, നമുക്ക് പരിചയപ്പെടാം.
അഭി ദേവേട്ടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരത്തെ അറിയോ? അതെങ്ങനെ? ദേവേട്ടൻ എന്റെ കൂടെ UK ഉണ്ടായിരുന്നു. എന്റെ സീനിയറായിരുന്നു ദേവേട്ടൻ. ആ ഇടി ശരിയാ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഏട്ടൻ കുറച്ചുനാള് UK പഠിച്ചതെന്ന്. അപ്പൊ ഇവർ തമ്മിൽ പരിചയമുണ്ട്. ദൈവമേ, ഇവനന്ന് UK ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞത് ഈ തണ്ടിയെ കുറിച്ചാണോ എന്തോ. എത്ര നാളായി അഭി നിന്നെ കണ്ടിട്ട്. എന്നെ നശിപ്പിക്കാൻ ഇറങ്ങിയേക്കുവാണല്ലോ. റിയയോ? അവളെന്തോ ചെയ്ത്? അത് റിയ സച്ചേരനോട് ചെറുതായിട്ടൊന്ന് ഉടക്കി. ഒന്നാമത് സച്ചേരന്റെ ഫുൾ നെയിം വിളിക്കുന്നത് ഇഷ്ടമല്ല. ഇവള് ഞാൻ പറഞ്ഞു തന്നെന്നും പറഞ്ഞ് അങ്ങേരുടെ ഫുൾ നെയിം കയറി വിളിച്ച് അങ്ങേര് ഇച്ചിരി കൽപ്പൊക്കെ ആയിരുന്നു. ഫസ്റ്റ് അല്ലെങ്കിലേ ആ പെണ്ണിന് തലയ്ക്ക് സുഖമില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നീ പറഞ്ഞത് വെച്ച് അയാൾക്ക് നിന്നോട് എന്തൊക്കെയോ ഉണ്ട്. അത് ഞാന് ഇന്ന് ഇവിടുന്ന് പോണേന് മുമ്പ് തെളിയിക്കും മോനെ. അയാൾക്ക് എന്നോട് ഒന്നുമില്ല ദേവേട്ടാ. ഇന്നും ദേവേട്ടന്റെ പെങ്ങള് പറയുന്ന കേട്ടു അങ്ങേര് കോളേജിൽ ഏതോ പെമ്പിള്ളാരുമായിട്ട് ചിരിച്ചു കളിച്ച് സംസാരിച്ച് നിൽക്കുന്നുണ്ടെന്ന്. ചുമ്മാ വെറുതെ സമയം കളയുന്ന എന്തിനാ? പിന്നെ ഉമ്മ വെച്ചതൊക്കെ ഒരു വാശിയുടെ പുറത്ത് അയാൾക്ക് ഞാൻ കൊടുത്തു, അയാൾ തിരിച്ചെനിക്ക് തന്നു, അത്രേ ഉള്ളൂ. വെയിറ്റ് ആൻഡ് സീ മോനെ. അത് വിട്. എന്നാൽ ആ കുരുപ്പിന്റെ ഏട്ടൻ നിങ്ങളാന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി അങ്ങനെ എത്ര ട്വിസ്റ്റുകൾ നീ നോക്കിക്കോ. ചേടാ, ഇവര് കുറച്ചു നേരം ആയല്ലോ കയറി പോയിട്ട്. ഇവരെവിടെ? ഒന്നും കഴിക്കണ്ടേ ഇവർക്ക്? അതല്ലോ, അവർക്ക് സംസാരിക്കാൻ പാടില്ലേ? അവർ ഒത്തിരി നാൾ മുന്നേ കണ്ടതല്ലേ, അവര് സംസാരിക്കട്ടെ. വിശ്വാസം. അബി ഇങ്ങ വാ, ഇവിടെ ഇരിക്കാം. ഇയാൾക്കിതെന്തിന്റെ കേടാ? മാധവേട്ടനാണ് അബിയുടെ സീനിയർ എന്ന് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ഇവൻ എപ്പോ ഫോൺ ചെയ്താലും ഒരു ദേവേട്ടന്റെ കാര്യം പറയും. ആ ദേവേട്ടനാണ് ഈ മാധവേട്ടനെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആടി, ദേവേട്ടനെ ഇതുപോലെ ഫോൺ ചെയ്യുമ്പോ അബി എന്ന് പറയും. അത് ഈ അബിയാന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സച്ചിനെ, നീ ഇതെവിടെ പോകുന്നേ? നീ കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇവനിതെന്തു പറ്റി? എനിക്ക് അകത്തേക്ക് വരാമോ? എന്താ? സച്ചിൻ സാർ എന്താ ഒന്നും കഴിക്കാതെ പെട്ടെന്ന് പോന്നു കളഞ്ഞേ? അറിഞ്ഞിട്ടെന്തിനാ? ഈ കഴിപ്പിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? അതിന് സാറെന്തിനാ ചൂടാവുന്നത്? നീ വന്ന കാര്യം എന്താന്ന് പറഞ്ഞിട്ട് പോവാൻ നോക്ക്. സച്ചിൻ സാറ് ചൂടാവല്ലേ? എനിക്ക് നിങ്ങളുടെ കാര്യമൊക്കെ അറിയാം. അവൻ സച്ചിൻ സാറിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും സാറിന് അവനെ തീരെ താല്പര്യമില്ലെന്ന് പറഞ്ഞതും ഒക്കെ അറിയാം. പക്ഷേ ഇപ്പൊ അവൻ ഓക്കെ ആട്ടോ. അവന് ഞാനുണ്ടല്ലോ. മനസ്സിലായില്ല? ഞങ്ങളുടെ കാര്യം സാറിനോട് അവൻ പറഞ്ഞില്ലേ? പറഞ്ഞതാണല്ലോ എന്നോട് അവൻ പറഞ്ഞത്. യാ, വി ആർ ഇൻ ലവ്. എന്താ നീ പറഞ്ഞേ? നോ, നെവർ, ഒരിക്കലും ഇല്ല. എന്റെ അഭി, അവന് വേറെ ആരും ഇഷ്ടപ്പെടാനാവില്ല. അവന് മറ്റാരെയും ഇഷ്ടപ്പെടാൻ പറ്റില്ല എന്നുള്ളത് സാറിന് ഉറപ്പാണോ? സാറിന് അവനെ ഇഷ്ടമല്ലല്ലോ. അതെ, എനിക്ക് ഉറപ്പാണ് അവന് ആരെയും ഇഷ്ടപ്പെടാനാവില്ല. സാറിന് അത്രയ്ക്ക് ഉറപ്പാണോ അവന് വേറെ ആരെയും ഇഷ്ടപ്പെടാനാവില്ല എന്ന്? അതെ, എനിക്ക് ഉറപ്പാ. ബിക്കോസ് ഐ നോ അവൻ എന്നെ എന്തോരം സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് തിരിച്ചു കൊടുക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. സാർ എപ്പോഴെങ്കിലും ഇത് അവനോട് പറഞ്ഞിട്ടുണ്ടോ? അത് എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ ഒത്തിരി തവണ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. ഞാനൊരു അവസരം തന്ന സാർ അത് പറയുവോ? എന്താ? സാറ് ഞെട്ടണ്ട.
ഞാൻ സാറിന്റെ മനസ്സറിയാൻ ഒരു കള്ളത്തരം പറഞ്ഞതാ. ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാ. അവന്റെ എല്ലാ കാര്യവും എനിക്കറിയാം, എൻ്റെ എല്ലാ കാര്യവും അവനും അറിയാം. നാളെ അവന്റെ ബർത്ത്ഡേയാ. സാറിന് പറ്റുമെങ്കിൽ നാളെ ഇത് വേണം അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ. സാറിന്റെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞാൽ അതിനും വലിയ ഗിഫ്റ്റ് അവന് ഈ ജീവിതത്തിൽ കിട്ടാനില്ല. ആ പിന്നെ അവന്റെ കൂടെ കറങ്ങി നടക്കുന്നില്ല റിയ, അതെന്റെ ഗേൾഫ്രണ്ട് ആട്ടോ. ഞാൻ എല്ലാരോടും എങ്ങനെ നന്ദി പറയണ്ടേ? ഞാൻ നാട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു ബർത്ത്ഡേ സർപ്രൈസ് ഇത് ആദ്യമായിട്ടാ. താങ്ക് യു സോ മച്ച്. ആ മതി മതി മതി, സർപ്രൈസ് ടൈം കഴിഞ്ഞു. ഇനി എല്ലാരും അവരവരുടെ ഗിഫ്റ്റ് അബിക്ക് കൊടുക്കാം. അല്ല, സച്ചിൻ സാർ എന്ത് ഗിഫ്റ്റ് അബിക്ക് കൊടുക്കാൻ പോന്നേ? അതൊക്കെ സച്ചിൻ സാർ കൊടുത്തോളും, അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. എനിക്കകത്തേക്ക് വരാമോ? എടാ അബി, അന്ന് ഞാൻ സച്ചിൻ സാർ ഒരു പെൺകൊച്ചുമായിട്ട് സംസാരിച്ച് നിൽക്കുവാന്ന് പറഞ്ഞില്ലേ? ഈ കൊച്ചാ, ഇവളാ അത്. നീ എന്താണ് സച്ചി എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? നീ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലേ? ഇല്ല, നീ എന്താ ഇവിടെ? ഓ മൈ ഗോഡ്, എത്ര വർഷമായി നിന്നെ കണ്ടിട്ട്. നീ എങ്ങനെ ഇവിടെ? സച്ചിനാണോ ഇൻവൈറ്റ് ചെയ്തത് നിന്നെ? ആരാ അച്ചുവേട്ടാ ഇത്? അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു. ഇതാണ് മായ, എന്റെ ഇവന്റെയും കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവളറിയാത്ത ഒരു രഹസ്യവും ഞങ്ങൾക്കില്ല, ഞങ്ങൾ അറിയാത്ത ഒരു രഹസ്യവും അവക്കുമില്ല. വിവേർ അത്രയും ക്ലോസ് ആയിരുന്നു. ഹായ് ഗായ്സ്, എനിക്ക് സച്ചിൻ പറഞ്ഞ നിങ്ങളെ എല്ലാരെയും അറിയാം, എസ്പെഷ്യലി യു അബി അല്ലേ? അപ്പം മായ ചേച്ചി എന്താ ചെയ്യുന്നേ? ഞാനൊരു ഫാഷൻ ഡിസൈനർ ആണ്. ഇപ്പൊ നാട്ടിലുണ്ട്, ദുബായിലായിരുന്നു. മായ, come with me. I want to talk to you. നല്ല ബെസ്റ്റ് അഭിനയം. വാ വാ, കേറി വാ. അവിടെ വെളിയിൽ നിന്ന് എങ്ങനെ ബുക്ക് എടുക്കും? അല്ല, അബിയുടെ ബുക്ക് എടുക്കാൻ വന്നിട്ട് അബി എന്ത് ചെയ്യും? എന്റെ താഴെ ദേവേട്ടനുമായിട്ടുണ്ട്. ഞങ്ങൾ ചുമ്മാ പറഞ്ഞിട്ട് വേണ്ട, ഞങ്ങൾ പിന്നെ വന്നോളാം. ഞാൻ UK തന്നെ തിരിച്ചു വന്നല്ലോ ദേവേട്ടാ. അതെന്താ പെട്ടെന്ന് ഇപ്പൊ UK തിരിച്ചു പോകാൻ തോന്നുന്നേ? ഒന്നും ഉണ്ടായിട്ടല്ല, ഇവിടെ പ്രത്യേകിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വരട്ടെ. ഇന്നിപ്പോ എന്തായാലും നിന്റെ ബർത്ത്ഡേ അല്ലേ, വേറൊന്നും ആലോചിക്കണ്ട. നമുക്ക് ഇന്ന് അടിച്ച് പൊളിക്കാന്നേ. രണ്ടെണ്ണത്തിന്റെയും ചുറ്റിക്കളി ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. പുറമെ എന്തൊരു അഭിനയ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളിയും ഇല്ല. അതെ അതെ, ഒരു ചുറ്റിക്കളിയും ഇല്ല. ഞാനേ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയല്ല അച്ഛേട്ടനെയും നിന്നെ കേട്ടോ.
മാധവ് എവിടെ? മാധവേട്ടനെ വീട്ടിൽ നിന്ന് വിളിച്ചു. അപ്പം മാളുവിനെ കൊണ്ടു ചെന്നാക്കാൻ അങ്ങനെ നിലയം കൊണ്ട് പോയേക്കുവാ. ഓ. മായ ചേച്ചിയോ? മായ അച്ചുമായിട്ടൊന്ന് പുറത്തുപോയി. ഒരുപാട് നാളിന് ശേഷം കണ്ടതല്ലേ, അവർക്ക് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. ആ, നിനക്ക് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് വേണ്ടേ? ആ. ഇങ്ങോട്ട് വാടാ. മാറി സച്ചേട്ടാ. എന്തിനാ സച്ചേട്ടാ, എന്തിനാ എന്നോട് എപ്പോഴും ഇങ്ങനെ കാണിക്കണേ? എന്നെ ഒരു സെക്സ് ടോയ് പോലെ എന്തിനാ ട്രീറ്റ് ചെയ്യുന്നത്? ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാണോ? എന്താ എന്താ നീ ഇപ്പൊ പറഞ്ഞേ? സെക്സ് ടോയ് പോലെ ഞാൻ നിന്നെ ട്രീറ്റ് ചെയ്യാണെന്നോ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന എന്തിനാന്നറിയാമോ ബി? എന്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറയാനാ. നിനക്കറിയാം, എനിക്ക് പ്രൊഫസറായിട്ട് ജോലി കിട്ടിയപ്പോ 3 വട്ടം വരുന്നുണ്ടെന്നറിഞ്ഞു എന്നെ കാണാൻ വേണ്ടി ഞാൻ ചോദിച്ചു വാങ്ങിച്ചതായി കോളേജിൽ. എനിക്കറിയാം, ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട്. പക്ഷെ നീ നാട്ടിൽ നിന്ന് പോയപ്പോഴാണ് എനിക്ക് നീ ആരായിരുന്നുള്ളത് മനസ്സിലായത്. നിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ബി. എനിക്ക് ശരിക്കും ഇഷ്ടമായതുകൊണ്ട് ചെയ്തയാ. നീ എന്റെ ആണല്ലോ എന്ന് ഓർത്ത് ചെയ്തയാ. ഇത്ര കേട്ട് നിനക്ക് മനസ്സിലായില്ലല്ലോടാ. ഐ ലവ് യു ഡാം ഇറ്റ്. പക്ഷേ നിന്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു ബി. ഇറ്റ്സ് ഓക്കെ, മാറ. സച്ചേട്ടാ, I'm sorry. അബി, നീ എന്റെയാ അബി. അച്ഛന് പൊന്നിനെ കളിച്ചിരുന്നാൽ മതിയോ? ഡ്രസ്സ് കണ്ടേ? വാ, അച്ഛൻ ഡ്രസ്സ് തിരിച്ചു തരാട്ടോ. എന്റെ പൊന്നു മനുഷ്യാണെങ്കിൽ ഈ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാതെ അതിന് ഡ്രസ്സ് പിടിച്ച് പെട്ടെന്ന് ഇറങ്ങുന്ന സമയമായി. ആദ്യം നീ സാരി എടുത്തിറങ്ങ, ഞങ്ങൾ ഇവിടെ റെഡിയാ. എന്റെ പൊന്നുമാളൂ, നീ ഈ വെളുപ്പാങ്കാലത്ത് എന്തിനാടി ആ കൊച്ചിനോട് തല്ല് പിടിക്കുന്നത്? വയറ്റില് 3 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിങ്ങോട്ട് പുറത്തോട്ട് വരട്ടെ കേട്ടോ, അപ്പൊ നിനക്ക് മനസ്സിലാവും. എല്ലാരും റെഡിയായോ? എങ്കിൽ ഇറങ്ങിക്കോ, സമയമായി. ചേട്ടാ, സച്ചിൻ സാറും അഭിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഈ അഭി എന്ന് പറയുന്നവൻ എന്റെ അനിയനല്ലേ? അതുപോലെ
സച്ചിൻ എന്ന് പറയുന്നത് എന്റെ കൂട്ടുകാരനാ. അവൻ ഈ എല്ലാം വിളിച്ച് പറയുന്ന മായയില്ലേ, അവൾ എന്നോട് ഇതാദ്യമേ പറഞ്ഞായിരുന്നു. അതുപോലെ അവ എഴുതിയ ലെറ്റർ അത് ആദ്യം വായിച്ചത് ഞാനാ. നിങ്ങളൊരു കില്ലാടി തന്നെ.